ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മിക്സ്ചർ കൊണ്ട് ഒരു ചാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സ്നാക്സായി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വെറും 2 മിനിറ്റേ വേണ്ടൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് മിക്സ്ചർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയും തക്കാളിയും ആണ്. അപ്പോൾ അര കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. സവാള മുഴുവനായി നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ പകുതി തക്കാളി മതി. അതും നമുക്ക് സവാള അരിഞ്ഞെടുത്തതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും മല്ലിയിലയും എല്ലാം കൂടി ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ്ചറിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ. ഇല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ അപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ചാറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സ്ചർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. ആ ഒരു മിക്സ്ചറിൻ്റെ എരിവും ചാറ്റ് മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാറ്റ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.